ഹായ് ഗായ്സ്, ഗലിബ്രോ എന്ന് ചാനൽ എല്ലാവർക്കും സ്വന്തം ബിഗ് ബോസ് മലയാളം സീസൺ 7 5th വീക്ക് എഫിഷ്യനിലേക്കുള്ള വോട്ടിംഗ് ആണ് ഇപ്പോൾ ഹോട്ട്സ്റ്റാർ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് തിങ്കളാഴ്ച രാവിലെ 7 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ നെവിനും 5 വൈൽഡ് കാർഡ് എൻട്രീസും ഒഴികെ ബാക്കി എല്ലാ മത്സരാർത്ഥികളും തന്നെ നോമിനേഷൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ മണിക്കൂറിലെയും വോട്ടിംഗ് വളരെ നിർണ്ണയമാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി തന്നെ വോട്ട് ചെയ്യണം. കാരണം ചെറിയ ഒരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് പലരും മുന്നിലും പിന്നിലും നിൽക്കുന്നത്. അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്നും ആർക്കാണെന്ന് വോട്ട് ചെയ്യുന്നതും കൂടെ വീഡിയോ ടൈറ്റിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം വരും മണിക്കൂർ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങൾ ബിഗ് ബോസ് ബന്ധപ്പെട്ട ന്യൂസ് വരെ നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇന്ന് 7 മണിയുടെ വോട്ടിംഗ് ലിസ്റ്റിൽ 1ാം പൊസിഷൻ അനുമോൾ തന്നെയാണ് തുടരുന്നത്. അനുമോളിന് കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്ന വോട്ടിങ്ങിൽ വളരെയധികം കുറവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ 9250 വോട്ട് നേടി 1ാം പൊസിഷൻ തന്നെ നിലനിർത്താൻ അനുമോളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. 2ാം പൊസിഷൻ ഷാനവാസ് ആണ് തുടരുന്നത്. ഷാനവാസിനും നല്ല രീതിയിലുള്ള വോട്ടിംഗ് ഇടിവ് കണ്ടുവരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച ഒരു വോട്ടിംഗ് ശതമാനം ഇപ്പോൾ കണ്ടുവരുന്നില്ല. 8345 വോട്ട് നേടി അനുമോളിന്റെ തൊട്ട് പിന്നിലായി 2ാം പൊസിഷൻ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. 3ാം പൊസിഷനിൽ നൂറയാണുള്ളത്. നൂറ ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഷാനവാസുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ചെറിയൊരു വോട്ടിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് പിന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ 8200 വോട്ട് നേടി 3ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 4ാം പൊസിഷനിൽ അനീഷ് തന്നെയാണ് തുടരുന്നത്. അനീഷ് വമ്പിച്ചൊരു വോട്ടിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നൂറയുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുവരുന്നത്. ഇപ്പോഴും അത് തന്നെ തുടരുകയാണ്. 8177 വോട്ട് നേടി 4ാം പൊസിഷനാണുള്ളത്. 5ാം പൊസിഷനിൽ ജിസേൽ ആണ് തുടരുന്നത്. ജിസേൽ തക്രാൽ ഇപ്പോൾ 8001 വോട്ട് നേടി അത്യാവശ്യം തരക്കേടില്ലാത്ത വോട്ടിംഗ് പ്രകടനമായി 5ാം പൊസിഷൻ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. 6ാം പൊസിഷനിൽ ആദിലയാണ് തുടരുന്നത്. ആദില വമ്പിച്ചൊരു മുന്നേറ്റമാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ലഭിച്ച വോട്ടിനേക്കാൾ നല്ലൊരു വോട്ടിംഗ് ശതമാനം ഇന്ന് കയറിയിട്ടുണ്ട്. ഇപ്പോൾ 7600 എന്ന കൂറ്റൻ വോട്ട് നേടി 6ാം പൊസിഷനിൽ നിലനിൽക്കുകയാണ്. 7ാം പൊസിഷനിൽ അക്ബർ ഖാൻ അട്ടിമറി മുന്നേറ്റമായിട്ട് മുന്നേറുകയാണ്. ബിന്നിയെ അട്ടിമറിച്ചുകൊണ്ടാണ് 7ാം പൊസിഷനിലേക്ക് അക്ബർ ഖാൻ കയറി വന്നിരിക്കുന്നത്. ഇപ്പോൾ 6899 വോട്ടിന്റെ ബലത്തിൽ 7ാം പൊസിഷനിൽ നിലനിർത്തിയിട്ടുണ്ട്. 8ാം പൊസിഷനിൽ ബിന്നി സബാസിനാണുള്ളത്. 8ാം പൊസിഷനിലേക്ക് ബിന്നി വീണുപോവുകയാണ് ചെയ്തിരിക്കുന്നത്. അക്ബർ ഖാനുമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ തൻ്റെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിനാൽ പിന്നിലേക്ക് വന്നിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോൾ 6807 വോട്ട് നേടി 8ാം പൊസിഷനിലാണുള്ളത്. 9ാം പൊസിഷനിൽ രേണുവാണ് തുടരുന്നത്. രേണു വമ്പിച്ചൊരു മുന്നേറ്റമാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ബിന്നിയുമായിട്ട് അടുത്തിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോൾ 6321 എന്ന വോട്ട് നേടി 9ാം പൊസിഷനിൽ നിലനിർത്തിയിരിക്കുകയാണ് രേണു സുധി. 10ാം പൊസിഷനിൽ അഭിലാഷ് തന്നെ തുടരുകയാണ്. അഭിലാഷ് നേരത്തെ നല്ല രീതിയിലൊരു മുന്നേറ്റം നടത്തി മുന്നോട്ട് വന്നിരുന്നു. എന്നാൽ പിന്നിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. വോട്ടിംഗ് നല്ലൊരു കുറവ് കണ്ടുവരുന്നുണ്ട്. 6301 വോട്ട് നേടി 10ാം പൊസിഷനാണുള്ളത്. 11ാം പൊസിഷനിൽ അപ്പാനി ശരത്താണുള്ളത്. അപ്പാനി ശരത്ത് ഒരു ഡേഞ്ചർ സോണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വോട്ടിംഗിൽ നല്ലൊരു കുറവ് കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ 6288 വോട്ട് നേടി 11ാം പൊസിഷനാണുള്ളത്. 12ാം പൊസിഷനിൽ റെന ഫാത്തിമ തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. റെന ഫാത്തിമയ്ക്ക് നല്ല രീതിയിലൊരു വോട്ടിംഗ് കുറവ് കണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡേഞ്ചർ സോണിലാണ്. വരും മണിക്കൂറിലെ വോട്ടിംഗ് വളരെ നിർണ്ണമാണ്. റെന ഫാത്തിമ ഇപ്പോൾ 6101 വോട്ട് നേടി 12ാം പൊസിഷനാണുള്ളത്. 13ാം പൊസിഷനിൽ ശൈത്യ തന്നെ തുടരുകയാണ്. നേരത്തെ ശൈത്യ അട്ടിമറി മുന്നേറ്റവുമായിട്ട് ആര്യനെ അട്ടിമറിച്ചുകൊണ്ട് 13ാം പൊസിഷനിൽ വന്നു. അതിനുശേഷം പിന്നിലേക്ക് പോയിട്ട് ഇപ്പോൾ 5890 വോട്ട് നേടി 13ാം പൊസിഷനാണുള്ളത്. 14ാം പൊസിഷനിൽ ആര്യൻ ഖത്തറിയാണ് തുടരുന്നത്. ആര്യന് ഇപ്പോൾ വോട്ടിങ്ങിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. 5809 വോട്ട് നേടി ഇത്തവണ പുറത്തു പോകാൻ ചാൻസ് കൽപ്പിക്കുന്ന മത്സരാർത്ഥിയായി മാറിയിരിക്കുകയാണ്. 15ാം പൊസിഷനിൽ ഒനീൽ സാബു തന്നെയാണ് തുടരുന്നത്. ഒനീൽ സാബുവിന് നല്ലൊരു രീതിയിലുള്ള വോട്ടിംഗ് കുറവുണ്ട്. ഇത്തവണ പുറത്തു പോകാൻ സാധ്യത കൽപ്പിക്കുന്ന മറ്റൊരു മത്സരാർത്ഥി കൂടിയാണ് ഒനീൽ സാബു. ഇപ്പോൾ 5509 വോട്ട് നേടി 14ാം പൊസിഷനാണ്.